morning, guys. രാവിലെ ഞാൻ എണീച്ചതിന് ആദ്യം ചെയ്യുന്ന കാര്യം കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് സ്ട്രെച്ചിങ്ങും ചെയ്യും. ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് നന്നായിട്ട് കാമാവും, റിലാക്സ് ആവും. നമുക്ക് ഷാർപ്പായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്ക് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ നമ്മളെ ഡേ സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന കാര്യമാണ് സ്ട്രെച്ചിങ്. നെക്കിന്, അതുപോലെ തന്നെ കൈക്ക്, പിന്നെ കുറച്ച് കോബ്ര പോസ് കുറച്ച് നേരം ചെയ്യും. അത്രയാണ് ഞാൻ സ്ട്രെച്ചിങ് ആയിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാറുള്ളത്. സ്ട്രെച്ചിങ് എങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്നതാണ് ബെഡ് മേക്കിങ്. ഈ ബെഡ് മേക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതായത് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ബെഡെല്ലാം ചുളിഞ്ഞ് ഇതായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് നേരെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷായിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. ചില സമയത്ത് വല്ല ഡിറ്റോക്സ് വാട്ടറോ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി വാട്ടർ കുടിക്കും. ചിലപ്പോൾ നോർമൽ വാട്ടർ കുടിക്കും. ഇന്നിപ്പോൾ നോർമൽ വാട്ടറാണ് കുടിക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മീ രഹന. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി. ഇന്നലെ നൈറ്റ് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗ് എണീക്കാൻ നന്നായിട്ട് നേരം വൈകിയിട്ടുണ്ട്. ഇപ്പോഴും ഉറക്കച്ചടവ് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നീച്ച ഉടനെ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ വെള്ളമൊക്കെ കുടിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുഖം ക്ലെൻസ് ചെയ്യും. അത് മുഖം ക്ലെൻസ് ചെയ്യാൻ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ മുഖം ക്ലെൻസ് ചെയ്യാറ്. അപ്പോൾ നമുക്കിനി മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വരാം. അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ ഞാൻ എടുക്കുന്നത് കടലപ്പൊടിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ കടലപ്പൊടി, 1 ടീസ്പൂൺ കേട്, ഒരു പിഞ്ച് ടർമറിക്. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കടലപ്പൊടി നമ്മുടെ സ്കിന്നിനുള്ള ഇമ്പ്യൂരിറ്റീസ് കളയാനും അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരാനും ചെറുതായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ രാവിലെ ക്ലെൻസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവും. പിന്നെ രാവിലെ മാത്രമേ യൂസ് ചെയ്യുക, ഈവനിങ് യൂസ് ചെയ്യാതിരിക്കുക. രാവിലെ മാത്രം നമ്മൾ ക്ലെൻസിങ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ക്ലെൻസ് എല്ലാം ചെയ്തു. ഇനി മോർണിംഗ് സ്കിൻ കെയർ നമ്മൾ എന്തൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മുഖത്ത് ആദ്യം അപ്ലൈ ആക്കാൻ പോകുന്നത് ഈ ടോണറാണ്. ഇത് ഗ്രീൻ ടീ ആൻഡ് റോസ് പെറ്റൽസ് മിക്സ് ആയിട്ടുള്ള ടോണറാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ടോണർ അപ്ലൈ ആക്കി കൊടുക്കാം.
നമ്മൾ ടോണർ അപ്ലൈ ആക്കിയിട്ട് നമ്മൾ തുടച്ച് കളയരുത്, അത് തന്നെ പോകണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ആക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ടോണർ നന്നായിട്ട് നമ്മൾ മുഖത്തിൽ അബ്സോർബ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ആക്കാം. അപ്പോൾ നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ ഇവിടെ കഴിക്കണം. ഇനി നമുക്ക് കഴിക്കാൻ വല്ല ഫുഡും ഉണ്ടാക്കാം, കഴിക്കാം. രാവിലെ ഞാൻ നേന്ത്രപ്പഴം അരിഞ്ഞിട്ട് അത് കുറച്ച് നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നതാണ്. വറുത്തിട്ടല്ല, ഒന്ന് വരട്ടിയെടുക്കുക. ഇനിയിപ്പോൾ നെയ്യില്ല എന്നാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വരട്ടിയെടുത്തിട്ട് അതാണ് ഞാൻ രാവിലെ കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ കപ്പിന് 1 കപ്പ് പാലും കുടിക്കുന്നുണ്ട്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് സിമ്പിളായിട്ടെടുക്കുക എന്ന് വിചാരിച്ചു. എന്നും ഇങ്ങനെയല്ല, ചില ദിവസങ്ങളിൽ നല്ലപോലെ കഴിക്കാറുണ്ട്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ മുടി ഒന്ന് സെറ്റാക്കും. മുടിയിൽ കുറച്ച് നമ്മളെ ടോണർ എടുത്തിട്ട്, അത് ഹെയർ ടോണർ എടുത്തിട്ട് അതിട്ട് നന്നായിട്ട് ജട കളയും. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ കുറച്ചായിട്ട് എന്നും മറക്കാതെ ചെയ്യുന്ന കാര്യമാണ്, എത്ര തിരക്കുണ്ടെങ്കിലും ചെയ്യുന്ന കാര്യമാണ് ജേർണലിങ്. കാരണം എൻ്റെ ആ ദിവസത്തെ ഒന്നുകൂടെ ഈസി ആക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ എപ്പൊക്കെ ചെയ്യണം എന്നതാക്കാനും പിന്നെ ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാനൊക്കെ ഈ ജേർണലിങ് എനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതും, പ്ലസ് ഒരു പോസിറ്റീവ് തോട്ട്, ഇന്ന് ഇങ്ങനെ ആയിരിക്കണം, നല്ല പോസിറ്റീവായിട്ടിരിക്കണം എന്നുള്ള രീതിക്ക് എന്തെങ്കിലും നല്ല പോസിറ്റീവ് തോട്ട്സും കൂടെ എഴുതാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സേഷനും അതുപോലെ കംപ്ലീറ്റ് ഡേ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാനുള്ളൊരു എനർജി കൂടെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഡെയിലിയുള്ള മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. എത്ര തിരക്കാണെങ്കിലും ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഒരു ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു റുട്ടീനാണ്, വലിയ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് വെയിറ്റ് നല്ലപോലെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 75 സോഫ്റ്റ്, ഹാർഡ് എനിക്ക് ചെയ്യാൻ ഒന്നുകൂടെ ഞാൻ ഇതാവണം, അതിനായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഞാൻ 75 സോഫ്റ്റിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ 75 സോഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പിന്നെ വീക്ക്ലി വൺസ് ഇങ്ങനെ വീഡിയോ ഇട്ട് പോവാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനതിന് റിപ്ലൈ തരാം, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു വീഡിയോ ചെയ്യാം. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പിന്നെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അധികം അങ്ങനെ വലിയതായിട്ടുള്ള റുട്ടീൻസ് ഒന്നും ഇല്ല ഇതിൽ. നോർമൽ ഡേയ്സിലെ ഒരു സ്ലോ മോർണിംഗിൻ്റെ റുട്ടീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.